ഇപ്പോൾ തിരൂർ സ്വദേശി മാധ്യമങ്ങളെ കാണുകയാണ്, അതിലേക്ക്. വിശദമായിട്ട് ഈ ജില്ലാ ഓഫീസിൽ വന്ന കള്ളപ്പണത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പോലീസിനോട് വ്യക്തമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട്. പോലീസിന് എൻ്റെ കയ്യിലുള്ള എല്ലാ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളും ഞാൻ കൈമാറിയിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലുള്ളതാണ്? അല്ല, അതായത് അത് പോലീസിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. പോലീസിന് ഇതിനെ സംബന്ധിച്ചിട്ട് എനിക്കറിയാവുന്ന ഇനി പോലീസിനോട് പറയാനുള്ള ഒരു കാര്യങ്ങളും ഇല്ല. അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മളിപ്പോൾ രേഖകൾ തെളിവുകൾ കൊടുത്ത ഇപ്പോൾ എൻ്റെ കയ്യിൽ ആവശ്യത്തിനുള്ള എൻ്റെ കയ്യിലുണ്ടായിരുന്ന തെളിവുകളും ഞാൻ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അത് പോലീസിന് അതിൻ്റെതായ ഒരു രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കേണ്ട ഫയലുകളായ കാരണം അത് ആ രീതിയിലായിരിക്കും അവരത് കൈകാര്യം ചെയ്യാം. ആ സമയത്താണോ അതിന് ശേഷം ഭൂമി ഇടപാട് നടത്തിയ എന്തെങ്കിലും രേഖകളാണ്? അല്ല, കള്ളപ്പണങ്ങൾ ഇപ്പം ഞാൻ കൊടുത്തത് ഇവിടെ വന്നിട്ടുള്ള ഓഫീസിൽ വന്നിട്ടുള്ള ഏറ്റവും ഗൗരവപരമായ ഒരു സംഭവമാണല്ലോ ഈ രാജ്യദ്രോഹ കുറ്റമായിട്ടുള്ള ഈ കള്ളപ്പണ ഇടപാട്. ആ കള്ളപ്പണ ഇടപാടുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പോലീസിന് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിന് എനിക്ക് അതിനോടനുബന്ധിച്ചിട്ട് എന്തെല്ലാം രേഖകൾ ഹാജരാക്കാൻ പറ്റും ആ രേഖകളും ഞാൻ പോലീസിന് കൈമാറിയിട്ടുണ്ട്. വിശദമായിട്ട് ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ഇത്രയും നേരം ഞാൻ വിശദമായിട്ട് പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. അല്ല, ഈ പണം എന്ത് ചെയ്തു, ഏതെല്ലാം രീതിയിൽ കൈകാര്യം ചെയ്തു എന്നുള്ള എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്തായാലും നിങ്ങളെ വിശദമായിട്ട് ഞാൻ നാളെ നിങ്ങളെ കാണുന്നുണ്ട്. ഇന്ന് എനിക്ക് ഒരു 2 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു പരിപാടി ഉണ്ട്, അതിന് വേണ്ടി ഞാൻ പോവാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ ഞാൻ നാളെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയാം. അല്ല, പോലീസ് ചോദിച്ച കാര്യങ്ങൾ ഇതാണ്. ഈ കുഴൽപ്പണം ഉള്ള സംഭവമാണല്ലോ, അതിനെ കുറിച്ചിട്ട് എന്താണ് ജില്ലാ ഓഫീസ് സെക്രട്ടറി ആയ താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചോദിച്ചു. അതിനെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് എൻ്റെ കണ്ണിൽ കണ്ട കാര്യങ്ങളല്ല ഞാൻ വിശദമായിട്ട് പോലീസിന് പറഞ്ഞു. CCTVയുടെ കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കാര്യങ്ങൾ നേരത്തെ സതീശ് പറഞ്ഞല്ലോ, സുരേന്ദ്രൻ ഉൾപ്പെടെ നിങ്ങൾ തലനാഥനെ പരിചയപ്പെടുത്തി എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ CCTVയുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇനി പോലീസ് എന്നെ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും അവർക്ക് എന്ത് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ പൂർണ്ണമായിട്ട് പോലീസിനോട് സഹകരിക്കും. ഇപ്പൊ പറഞ്ഞിട്ടില്ല, ഇനി വേണ്ടി ഞാൻ പറയും. അത് കഴിയുന്ന പോലീസ് തീരുമാനിക്കട്ടെ. എന്റെ കയ്യിലുള്ള തെളിവ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇനി പോലീസ് തീരുമാനിക്കും. ഓക്കെ, നാളെ കൊടകര കുഴൽപ്പണ കേസിൽ ആരോപണം ഉന്നയിച്ച തിരൂർ സതീശാണ് സംസാരിച്ചത്. എല്ലാ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളും പോലീസിനോട് അന്വേഷണ സംഘത്തോട് പങ്കുവച്ചിട്ടുണ്ട്. നാളെ വിശദമായി മാധ്യമങ്ങളെ കാണുമെന്നും തിരൂർ സതീഷ് പറയുന്നു.